നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ അനീഷും ആദില നൂറ തമ്മിലുള്ള ഒരു വിഷയമാണ് തുടക്കം കാണിക്കുന്നത്. എന്താണ് മറ്റൊന്നുമല്ല, കൊളാബറേഷൻ. എന്തിനാണ് ഈ അനീഷ് ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി പിടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മെയിനായിട്ട് എനിക്ക് അനീഷ് ഫാൻസിനോട് അല്ലെ അനീഷിനോട് പറയാനുള്ളത്, സത്യം പറഞ്ഞ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് തുടങ്ങുമ്പോൾ അങ്ങ് രാമായണം തുടങ്ങും. സത്യം തല പേരിക്കുന്നുണ്ട്. അത്യാവശ്യം അതിന്റെ മൂഡ് കളയാതെ അത്യാവശ്യം എന്തെങ്കിലും പറഞ്ഞിട്ട് ചുമ്മാ അത് കേട്ട് എനിക്ക് ഇറിറ്റേറ്റ് ആയി തോന്നുന്നുണ്ട്. ഈ എപ്പിസോഡ് കാണുന്നവർക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല. ഓരോ ടാസ്ക് തുടങ്ങുമ്പോഴും വന്ന് അങ്ങ് കഥ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, ആര് കേൾക്കാൻ. ശരി, ഓക്കെ. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, എന്റെ വീഡിയോ കാണുന്നുണ്ട്, ആരും സബ്സ്ക്രൈബ് വളരെ കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോയിട്ടാണോ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സബ് ചെയ്യും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറയുന്നത് സത്യമാണെന്ന് തോന്നണമെങ്കിൽ മാത്രം സബ് ചെയ്ത് കൂടെ നിൽക്കുക. ഓക്കെ. അപ്പോ ഇവിടെ ആദിലെടുത്ത് പറയുന്നത്, നിങ്ങളുടെ ഡ്രസ്സ് കൊളാബാണ്, നിങ്ങളുടെ മറ്റത് കൊളാബാണ്, അതൊക്കെ എന്തിന് ഇവിടെ ഒന്ന് പറയുന്നത് എന്തോന്നത്. പിന്നീട് അനീഷ്, അവർക്ക് കൊളാബ് ചെയ്തെങ്കിൽ ഞാനൊരു പാവപ്പെട്ടവനാണ്, എനിക്കാരും കൊളാബ് തരാനില്ല, ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച് ഡ്രസ്സ് ഇട്ടോണ്ട്. അതിപ്പോ അങ്ങനെയല്ലേ, സെലിബ്രിറ്റി ആകുമ്പോൾ അവർക്ക് കൊളാബ് കിട്ടും. 4 പേര് അറിയുന്നവരാകുമ്പോൾ കൊളാബ് കിട്ടും. നാളെ ഇനിയിപ്പം അനീഷിന് കൊളാബ് കിട്ടും, കാരണം 4 പേർക്ക് അറിയാം. അപ്പൊ അത് വേണ്ടെന്ന് വെക്കൂ. അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അതൊക്കെ ഒരു കണ്ടന്റ് ആക്കി വളരെ ചീപ്പ് ഗെയിമാണ് അനീഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിലാണ് ഈ പറയുന്ന നമ്മുടെ ആദില പറയുന്നത്, നിങ്ങൾ അപ്പം ഇവരെ അങ്ങോട്ട് ആരോപിക്കുന്നുണ്ട്, നിങ്ങൾ PR കൊടുത്തിട്ടാണ് വന്നത്, നിങ്ങൾ ഇതുവരെ ഫേക്ക് ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇത്രയും ദിവസം ഞാൻ ചെന്ന് വിളിക്കണമായിരുന്നു, എങ്കിലേ നിങ്ങൾ എണീക്കുമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് 7 മണിക്ക് എണീക്കാൻ അറിയാം, അപ്പൊ നിങ്ങൾ ഫേക്ക് ആണ്. അപ്പൊ അതിൽ പറഞ്ഞ ഞാനിപ്പോ ക്യാപ്റ്റനായിട്ട് ഞാൻ നേരത്തെ ചോദിച്ചു, അതിലെന്താ ഫേക്ക്നെസ് ഇരിക്കുന്നത്? ക്യാപ്റ്റനായിട്ട് എണീറ്റ് ക്യാപ്റ്റനല്ലേ അവൾ കിടന്ന് ഉറങ്ങും, അതിപ്പോ എന്താ വിഷയം? അപ്പം അനീഷിന് ഈ ഷാനവാസ് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വിഷയം രാവിലെ ഉണ്ടാക്കണം. അപ്പൊ എന്ത് വിഷയം? ഇപ്പം വിഷയങ്ങൾ ഉണ്ടാക്കി വളരെ ചീപ്പായിട്ടുള്ള മാറ്ററിൽ കയറി പിടിച്ച് അവർ കൊളാബ് ചെയ്തത് മോശമാണ്, അതെന്തിന് ഇവിടെ വന്ന് പറഞ്ഞു എന്നുള്ള, എന്റെ ഡ്രസ്സ് ഇതെനിക്ക് കൊളാബാണ് എന്ന് പറയുന്നത് മോശം എന്നാ പറയുന്നത്. അപ്പോ നിങ്ങൾ PR കൊടുത്തിട്ടാണ് വന്നത് എന്ന് അനീഷ് ആരോപിക്കുമ്പോൾ തിരിച്ച് ആദില ആരോപിക്കുന്നുണ്ട്, ആദില 100 ആരോപിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ നെൽപ്പാടങ്ങളൊക്കെ വിറ്റിട്ടായിരിക്കും നിങ്ങൾ കൊളാബ് ചെയ്തത്, നിങ്ങൾ 70 ലക്ഷത്തിന്റെ കൊളാബല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോഴേ അനീഷ് പറയുന്നുണ്ട്, കൊളാബ് എന്തെന്ന് പോലും എനിക്കറിയത്തില്ല, കൊളാബ് എന്ന് പറയുന്ന വാക്ക് ഞാൻ ഇവിടെ വെച്ചാണ് കേൾക്കുന്നത്, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എന്നാണ് അനീഷ് പറയുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു കള്ളം എന്ന് എല്ലാവർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനീഷ് ഫാൻസ് ആയിക്കോട്ടെ, അനീഷിന്റെ അന്ധങ്ങളായിക്കോട്ടെ, ആർക്കും ഈ ഒരു കാര്യത്തിൽ സംശയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അനീഷ് പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നുള്ളത്. കാരണമല്ല, ഏറ്റവും കൊച്ചു കുട്ടിക്ക് വരെ PR എന്താണെന്ന് അറിയാം, PR എന്തെന്നേ പോലും അറിയുന്നില്ലെന്ന ഈ പറയുന്ന അനീഷ് പറയുന്നത്. അതിനുശേഷം ഈ ഷാനവാസു എന്ന് പറയുന്നുണ്ട്, ഇതുമ്മ എന്തിനാണ് പറയുന്നതൊക്കെ കള്ളമാണ്, നിന്റെ കള്ളങ്ങൾ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ശ്രമിക്കാൻ പോകുന്നത്, നീ ഇതുവരെ ഓരോ കള്ളങ്ങൾ പറഞ്ഞാണ് പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ വളരെ ട്രിഗറായി ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന അനീഷ് പറയുന്ന കുറെ വിളിപ്പീരികളുണ്ട്. വിളിപ്പിക്കുകയാണ്, സ്വയം വിളിപ്പിക്കുകയാണ്. സത്യമേ സ്വയം വിളിപ്പിച്ച് കുഞ്ഞില്ലാതായി, കുളിപ്പിച്ച് കുഞ്ഞില്ലാതായ ഒരു അവസ്ഥയാണ്. അറിയാതെ വായിൽ നിന്നൊരു വന്ന വാക്കുകളാണ്. എനിക്ക് PR-നെ പറ്റി അറിയത്തില്ല, നിങ്ങൾ പിന്നെ ബിഗ് ബോസ് ടീമിന്റെ അടുത്ത് പറയാം, നിങ്ങൾ പോയി അന്വേഷിക്കൂ, എന്റെ പിന്നെ നെൽപ്പാടങ്ങൾ വിറ്റാണോ, ഞാൻ വിറ്റിട്ടുണ്ടോ എന്ന് പോയി അന്വേഷിക്കൂ എന്ന് ഈ പറയുന്ന ബിഗ് ബോസ് ടീമിനോട് പറയുകയാണ്. നിങ്ങൾ PR വെച്ചു എന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് ഒന്നും സംഭവിക്കാൻ പോലും അവർക്ക് ഇതിലൊന്നും ചെയ്യാനുമില്ല. PR-കൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കുറെ വീഡിയോകളിലായി പറയുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, അനീഷ് ഇപ്പൊ ഇത് പറയുന്നത് കള്ളമാണ് അല്ലെ, പച്ചക്കള്ളമാണ്. PR 4-5 കൊല്ലം കൊണ്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, എപ്പിസോഡുകൾ കണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് സ്വന്തം പിന്നീട് ജോലി വരെ രാജിവെച്ച് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയും പല എല്ലാം ഈ ബിഗ് ബോസ് വിന്നറായ അല്ലെങ്കിൽ ബിഗ് ബോസ് വഴി അറിയപ്പെട്ട എല്ലാവർക്കും പോയി മെസ്സേജ് അയക്കുകയും എനിക്ക് എങ്ങനെ പോകണമെന്ന് ചോദിക്കുകയും നിരന്തരം ഇതിനു വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്ത അനീഷിന് PR എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല. അത് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വാക്ക് പോലും ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞ പച്ചക്കള്ളം. ഇത് ദൈവമായിട്ട് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അതിൽ നിന്ന് എന്നെ അനീഷ് പലതും ഫേക്ക് ആണ് ഇവിടെ പറയുന്നത് എന്ന് ഈ പറയുന്ന പ്രേക്ഷകരുടെ മുന്നിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ. അതിനുശേഷം നമുക്ക് പറയാനുള്ളത്, ഇന്നലെ നടന്ന പിന്നെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത നമ്മളെ ഡാൻസ് മാരത്തോൺ അല്ലേ, ആ ഒരു പിന്നീട് ടാസ്ക് ഇന്ന് കഴിഞ്ഞു. ഇന്നലെ നമുക്കൊരു പരിഭവം അല്ലെങ്കിൽ ഈ പറയുന്ന അനു ഫാൻസിന് ഒരു പരിഭവം ഉണ്ടായിരുന്നു. അനുവിന്റെ
ഒന്നും മെയിൻ എപ്പിസോഡിൽ കാണിച്ചില്ല എന്ന്. വളരെ കറക്റ്റ് ആണ്. അനുവിന്റെ പല സംഭവവും മെയിൻ എപ്പിസോഡിൽ കാണിച്ചത്. അത് കാണിച്ചത് BB+ലാണ് കാണിച്ചത്. മെയിൻ എപ്പിസോഡിൽ പല ഇൻസിഡന്റും കട്ട് ചെയ്തിട്ട് ആര്യനാണ് അവിടെ ഇമ്പോർട്ടന്റ് കൊടുത്തത്. ഇന്നും ആര്യൻ ഇമ്പോർട്ടന്റ് കൊടുത്തെങ്കിൽ കൂടി അനുവിന്റെ പല കാര്യങ്ങളും കാണിച്ചു. കാരണം നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ പിന്നെ സിൻസിയർ ആയിട്ട് നമ്മുടെ ഫാൻ ബേസ് എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ചെയ്തതും ഏറ്റവും കൂടുതൽ സ്ക്രീൻ വൈസ് കൊണ്ടുപോയതൊക്കെ അനുമോൾ തന്നെയാണ് ഇൻ പെർഫോമൻസ് വൈസ്. ഓക്കെ, അപ്പൊ ഇന്ന് അതൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതും. അപ്പോൾ ഇന്നിപ്പോ ടാസ്ക് കഴിഞ്ഞു. എല്ലാവർക്കും അവരോടേതായ ഈ പറഞ്ഞ എനിക്കതിൽ ഏറ്റവും ടാസ്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത 3 പേരാണെന്ന് വെച്ചാൽ അത് അക്ബർ, ആദില, ഈ പറയുന്ന നെവിന്റെ കേസ് പറയുകയാണെങ്കിൽ നെവിൻ ഒരുവിധം എന്ത് ചെയ്തു, ഒരുവിധം ഡാൻസ് കളിച്ചു. ഡാൻസ് ഒരുവിധം കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ബാക്കി ആ ഡാൻസിന്റെ കൂടെ പെർഫോമൻസും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നെവിന് നല്ലൊരു രീതിയിൽ പിന്നീട് സ്കോർ ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പൊ അതിനുശേഷം കോയിൻ കൊടുക്കുന്ന സംഭവം വന്നു. അനീഷിന്റെ കോയിന് അനീഷ് എത്തിമുന്നേ ഏതാണ്ട് 9 കോയിൻ എന്തോ അനീഷിന് കിട്ടി. അനീഷിന്റെ പെർഫോം ബേസ് നോക്കി കഴിഞ്ഞാൽ അനീഷിന് കിട്ടിയത് ഒട്ടും കുറവല്ല. അവന് കിട്ടിയത് നല്ല രീതിയിൽ അവൻ ശ്രമിച്ചില്ല എന്നല്ല കൊണ്ട് അവനെ കൊണ്ട് പറ്റിയില്ല. ഡാൻസ് ആയാലും ഒക്കെ ഒന്നും കളിക്കാനൊന്നും അറിയില്ല, എങ്കിലും ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു ക്യാരക്ടറിലേക്ക്, ആ ഒരു ജോക്കർ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് അനീഷിന് വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അനീഷിന് കിട്ടിയത് അവൻ അർഹിച്ചതിനെയും കാട്ടി കൂടുതൽ എന്ന് ഞാൻ പറയും. അത് പിന്നീട് അവിടെ ഒരു ഡ്രാമ ഉണ്ടാക്കി. അതായത് ഷാനവാസ് കോയിൻ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ അവിടെ ഒരു അലിമുണ്ടാക്കി അനീഷ്. ഓക്കെ, അതിനുശേഷം ഓരോരുത്തരൊക്കെ ആയിട്ട് അവരുടേതായ ഇത് വെച്ച് കൊടുത്തു. അനുമോൾക്ക് 18 എണ്ണം കിട്ടുന്നു. അനുമോൾ ശേഷമാണ്. അനുമോൾക്ക് ആരൊക്കെയാണ്? എനിക്ക് തോന്നുന്നു അനീഷാണ്. അനുമോൾക്ക് 3 എണ്ണം കൊടുത്തു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് അനുമോളാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതിനുശേഷം 3 എണ്ണം കൊടുത്തു. ബാക്കി മിക്കവരും 2 എണ്ണം വീതം കൊടുത്തു. 1 മാത്രം കൊടുത്തത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ അക്ബറും ഈ പറയുന്ന ബെന്നി, ഈ 2 പേരാണ് ഒരു കോയിൻ ഒതുക്കിയത്. ബാക്കിയെല്ലാം 2 അല്ലെങ്കിൽ 3 കോയിൻ വെച്ച് കൊടുക്കുകയും അനുമോൾക്ക് 18 പിന്നെ കോയിൻ വരികയും ചെയ്തു. അക്ബർ അതിനകത്ത് 1 കോയിൻ കൊടുത്തിട്ട് ഞാൻ 1 കോയിൻ കൊടുക്കാനുള്ള കാരണം പറഞ്ഞ് എന്റെ മുണ്ട് അവത്ത് മാറ്റാൻ, എന്റെ മുണ്ടിനെ അവത്ത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു എന്നൊരു ഒരു സംഭവമാണ് അവിടെ പറഞ്ഞത്. അതിനുശേഷം അത് എന്തുകൊണ്ടാണ് അനുമോൾക്ക് കൊടുക്കാത്തതെന്ന് ഇവർ തമ്മിൽ എന്നെ പിന്നെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതിനുശേഷമാണ് ആര്യൻ വരുന്നത്. അപ്പോൾ അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്, ആര്യൻ, അതായത് അനുമോൾക്ക് ഓൾറെഡി 18 കോയിൻ വന്ന്, അപ്പൊ ആര്യനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എന്നുള്ളതിൽ അക്ബർ എന്ത് ചെയ്യുന്നു, 5 കോയിന് ആര്യന് കൊടുക്കുന്നു. അതുപോലെ തന്നെ നെവിൻ വേറെ ആർക്കും 1 കോയിനും കൊടുത്ത നെവിൻ 9 കോയിന് ഈ പറയുന്ന ആര്യന് കൊടുക്കുകയും ആര്യൻ വിജയിക്കുകയും ചെയ്യുന്നു. 28 കോയിനോട് കൂടി ആര്യൻ വിജയിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇവരുടെ ഈ വ്യക്തി വൈരാഗ്യത്തിൽ, ഇവരുടെ പേഴ്സണൽ ഗ്രഡ്ജിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ എന്താണ് പറയുക, ഒരു നീതി നഷ്ടപ്പെട്ടത് സാബുമോൻ എന്ന് പറയുന്ന കലാകാരനായിരുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം അനുമോളൊപ്പം അല്ലെ ചിലപ്പോൾ അനുമോളെക്കാൾ ഉപരി, അതായത് അനുമോളും എന്റെ ഒരു അഭിപ്രായത്തിൽ അനുമോളും സാബുമോനൊക്കെ കഴിഞ്ഞിട്ടേ ആര്യൻ വരുത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ പറയുന്ന സാബുമോൻ ത്രൂ ഔട്ടായിട്ട് തന്റെ ക്യാരക്ടർ പിടിച്ച് തന്നെയാണ് അവിടെ നിന്നത്. ഏറ്റവും കൂടുതൽ നന്നായിട്ട് പിന്നെ സൗണ്ടിൽ വരെ മോഡുലേഷൻ വരെ കൊണ്ടുവന്നു, സംസാരത്തിൽ നടക്കുന്നതായിക്കോട്ടെ ത്രൂ ഔട്ട് ആ ക്യാരക്ടർ പിടിച്ചിരിക്കുന്ന സാബുമാനായിരുന്നു ഇത്തിരി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇവിടെ അനുമോളുള്ള വാശി, അനുമോൾ ഒരിക്കലും ജയിക്കാൻ പാടില്ല, ആ വാശി കൊണ്ടാണ് ഇവർ 2 പേരും, ഈ പറയുന്ന അക്ബറും ഈ പറയുന്ന നെവിനും ഈ കോയിൻ മാറ്റിക്കൊടുത്തത്. അത് അവര് ബാത്റൂമിൽ നിന്ന് എപ്പിസോഡിൽ സമ്മതിക്കുന്നത് നമ്മൾ കേട്ടു. മനസ്സിലായില്ല? ഇവള് അങ്ങനെ ഒരു കളിയും ജയിക്കേണ്ട, ഇങ്ങനെ ഒരു ഗെയിമും കളിക്കാത്ത, അതായത് ഒന്നിലും ഒരു ആക്റ്റീവ് അല്ലാത്ത അവൾക്ക് എന്തിന് ആ ഒരു പവർ കിട്ടുന്നു എന്നാണ് ഈ പറയുന്ന നെവിൻ പറഞ്ഞ ന്യായം. അപ്പം മനസ്സിലാക്കാൻ എന്താണ്, ഒരു സംഭവം കളിച്ചില്ലെങ്കിൽ ഇപ്പൊ അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമാരായിരുന്നു. ഇപ്പൊ ഇന്നത്തെ മറ്റുള്ള ടാസ്ക്, ഈ ടാസ്കിലെങ്കിലും അനുമോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. അപ്പൊ നിങ്ങൾക്ക് മനഃപൂർവ്വം, അക്ബറും സമ്മതിക്കുന്നുണ്ട്, അവൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനും അങ്ങനെ ചെയ്തതെന്ന് അക്ബറും സമ്മതിക്കുന്നു. ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കേസ്. ഇവർക്ക് എന്താണ്, ഇവരുടെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ കോയിൻ എല്ലാം കൊണ്ട് ആര്യന് കൊടുത്തു. അങ്ങനെയാണ് ആര്യൻ ജയിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പറ്റിക്കാൻ പ്രേക്ഷകർക്കറിയാം ആരാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തത്. അത് ആര്യനാണോ, സാബുമോനാണോ, അനുമോളാണോ എന്നത് പ്രേക്ഷകർ കൃത്യമായിട്ട് അറിയാം. പ്രേക്ഷകരാണ് അത് വിലയിരുത്തേണ്ടത്. അപ്പൊ ഇതൊരു വളരെ വലിയൊരു ചീപ്പ് ഗെയിം ആയിട്ട് ആയിട്ടാണ് എനിക്ക് തോന്നി. ഇത് വലിയൊരു മാസ്റ്റർ ഗെയിം ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരു ഗെയിം ചേഞ്ചർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഈ ഗെയിം ചേഞ്ച് ചെയ്യാനുള്ളത് അനീതി കാണിച്ചുകൊണ്ടല്ല, കള്ളം കാണിച്ചുകൊണ്ടല്ല. ഒരാൾ നല്ല പെർഫോം ചെയ്യുമ്പോൾ അവരെ അംഗീകരിക്കാൻ പഠിക്കണം. അതാണ് യഥാർത്ഥ ഗെയിമർ. ഈ കുരുട്ടുബുദ്ധി കാണിക്കാൻ വേറെ പലതിലും ആയിരുന്നു കുരുട്ടുബുദ്ധി കാണിക്കുന്നത്. ഈ പറയുന്ന നെവിൻ ഭയങ്കര ഗെയിം ചേഞ്ചർ. ഇന്നലെ നിനക്ക് നല്ലൊരു ഗെയിം ചേഞ്ചർ ആവാമായിരുന്നു. എങ്ങനെ ആ പറയുന്ന അവസാനം നീ ഈ നോമിനേഷൻ ചെയ്തപ്പോ അവസാനം നീ ആര്യനെയും
ആദിലെ പിന്നെ നൂറേനെയും നോമിനേറ്റ് ചെയ്ത് നിനക്കൊരു ഗെയിം ചേഞ്ചർ ആണ്. അവിടെ നിനക്ക് ബുദ്ധി പ്രവർത്തിച്ചില്ല. അവിടെ നീ മന്ദബുദ്ധിയായി വോട്ട് ഓൾറെഡി ആയുള്ളവരെ നീ വീണ്ടും നോമിനേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ വ്യക്തി വൈരാഗ്യം എന്തൊക്കെ പറഞ്ഞാലും അല്ല, ഞാൻ കുറച്ചു മുമ്പ് കുറ്റപ്പെടുത്തിയ ഒരു ടാസ്കിൽ പോലും ജയിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തിയവൾ തൊട്ടടുത്ത ടാസ്കിൽ തന്നെ നമ്പർ 1 ആയി വരുന്നു. അവൾക്ക് എന്തോ പവർ കിട്ടാൻ പോകുന്നു. അതിനോടുള്ള അസൂയ കുശുമ്പ് മൂത്താണ് നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ള ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. അപ്പൊ ആ ടാസ്ക് അങ്ങനെ അവസാനിച്ചിരിക്കുന്നത്. നാളെ തൊട്ട് എൻട്രൻസ് ടാസ്ക്, ഈ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ടാസ്കുകൾ ആണ് കൊടുക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ എപ്പിസോഡിൽ ഒരു ചപ്പാത്തി അടി ആര്യൻ അറിയാമല്ലോ. ആര്യൻ നാക്കടുത്ത് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയാണ് ആര്യൻ ചപ്പാത്തി കുഴച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവിടെ കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സമയം വന്നപ്പോൾ ആ ചപ്പാത്തി തറയിൽ തന്നെ ആ പാത്രം തന്നെ തുറന്നിട്ടിട്ട് വന്ന് കോയിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിനുശേഷം കുളിച്ച് ഏതാണ്ട് 2-3 മണിക്കൂർ അവിടെ തുറന്നിരുന്നു സാധനം. അതിനുശേഷം ക്യാപ്റ്റനായ പിന്നീട് ലക്ഷ്മണൻ ചോദിച്ചു പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റിനായതേ ഉള്ളൂ തുറന്നു വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞു. പിന്നെ കള്ളം പൊളിയുന്നു, പിന്നെ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. ആര്യൻ എല്ലാ കുറ്റവും ചെയ്യും, ചോദിക്കാൻ സമ്മതിക്കും, സോറി ഞാൻ പിന്നെ എന്നിട്ട് പറയുന്ന ഒരു ഞാൻ സമ്മതിച്ചല്ലോ, പിന്നെ എന്തിനാ സംസാരിക്കുന്നു, ഇതാണ് എല്ലാം ചെയ്യും, ഒരു സോറിയിൽ അങ്ങ് ഒതുക്കും. അങ്ങനെയാണ് നമ്മുടെ ആര്യന്റെ ഒരു സംഭവം. പിന്നെ ഇതിലെടുത്ത് പറഞ്ഞ വേറെ ഒന്നുമില്ല. പിന്നെ ഒരു നാരങ്ങയുടെ ഒരു അടി നടക്കുന്നുണ്ട്. അതായത് അനു നേരെ വന്ന് അനുവിന്റെ കൊട കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ആ പ്രോപ്പർട്ടി ആയിട്ട് കിട്ടിയ ആ ഒരു കൊട പിന്നെ കാണാൻ ആരോ എടുത്ത് മാറ്റി വെച്ചതോടെ ഇനി എവിടെ തന്നെ പിന്നീട് മറന്നുപോയെന്ന് അറിയില്ല. അവസാനം ആ കൊട കിട്ടുന്നുണ്ട്. അപ്പോ അതിനെ ഈ കൊട നോക്കുന്നതിനിടയ്ക്ക് ഈ അനുമോൾക്ക് ഒരു നാരങ്ങ കിട്ടുന്നുണ്ട്. ഉടനെ അക്ബർ പറയുന്നു, അത് ഞാൻ വെച്ച നാരങ്ങ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ അനുമോൾ പറയുന്നുണ്ട്, നിങ്ങളാണ് വെച്ചതെന്ന് എനിക്കിങ്ങനെ അറിയാൻ തരില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു പിടി വലിയൊക്കെ അനുമോളിന്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് നാരങ്ങ തട്ടിയെടുക്കാൻ വേണ്ടി അക്ബർ ശ്രമിക്കുകയും അവിടെ വെച്ച് നീ എന്തിനാ എന്റെ കൈ പിടിച്ചത് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ഒരു സംഭവം അങ്ങായി മാറി. അത് വലിയ പ്രശ്നമില്ലാതെ തേഞ്ഞു മാഞ്ഞു പോയിരിക്കുന്ന നൂറയുടെ കയ്യിൽ ഇരുന്ന നാരങ്ങ അക്ബറിന് കൊടുത്തത് സോൾവ് ആക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി അറിയപ്പെടുത്തു. സബ് ചെയ്യാൻ മറക്കാത്തവർ, മറന്നുപോയവർ സബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.